പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഫാക്ടറി ഒക്കെ ഞാൻ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തു. എനിക്ക് അതിന് വേണ്ടിയിട്ട് നല്ല ചീപ്പായിട്ടുള്ള കുറച്ച് സ്ഥലം കിട്ടി. പക്ഷെ എനിക്ക് ഇപ്പം കമ്പനിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലാണോ, അതേപോലെ തന്നെ വലിയ വണ്ടികൾക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ വർക്കേഴ്സിലൊക്കെ ചിലർ അവരുടെ ഇടയിൽ സംസാരം ഉള്ളതായിട്ടൊക്കെ കേട്ടു, അവർക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉള്ളിലായതിൻ്റെ പേരിൽ എന്നൊക്കെ. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഹായ്, എല്ലാവർക്കും ബിസ്റ്റാർട്ട് മാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറി ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഏതായിരിക്കണം നമ്മളുടെ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം, അതിന് എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ ശരിയായ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഫാക്ടറി ലൊക്കേഷനും DPR ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഫാക്ടറി സെലക്ട് ചെയ്യാൻ, ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ലൊക്കേഷൻ റിയാലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യാം. പല ആളുകളും എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചീപ്പായിട്ടുള്ള വില കുറവുള്ള സ്ഥലം നോക്കിയൊക്കെ സെലക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കുറച്ച് ഉള്ളിലേക്കായിരിക്കും, മെയിൻ റോഡുകളിൽ നിന്ന്, അല്ലെങ്കിൽ സാമാന്യം യാത്രയും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള റോഡുകളിൽ നിന്ന് ഉള്ളിലായിട്ടൊക്കെ ചീപ്പായിട്ട് സ്ഥലമായിരിക്കും. അപ്പം കുറച്ച് കൂടുതൽ സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അവിടെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വലിയ വണ്ടികൾക്ക് അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ഒരു തെറ്റായ ഒരു ലൊക്കേഷൻ റിയാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും അപ്ലൈ ചെയ്യുന്നൊരു സംഭവം നമ്മൾ കാണാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പായിട്ടുള്ള ലൊക്കേഷൻ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഒരു ചീപ്പ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിൻ്റെ ടോട്ടൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഈ ലൊക്കേഷൻ എത്രത്തോളം നമുക്ക് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു സ്ഥലത്തിൻ്റെ മൂല്യം നോക്കിയിട്ട്, ചീപ്പായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നമ്മൾ പെടാൻ വേണ്ടിയിട്ട് പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആ ലൊക്കേഷന് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ട്രാൻസ്പോർട്ട് കോസ്റ്റ് പല രീതിയിലുണ്ട്. ഒന്ന് നമ്മുടെ റോ മെറ്റീരിയൽസ് അങ്ങോട്ടേക്ക് എത്തണം നമുക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് അവിടെ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതിനെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ലേബർ അവൈലബിലിറ്റി, ആ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് ലേബേഴ്സിനെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ. ഡെയിലി പോയി വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടത്തേക്ക് എത്താനുള്ള യാത്രാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ, അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ. അതേപോലെ തന്നെ ഈ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ സാധനം സപ്ലൈ ചെയ്യാനുള്ള മാർക്കറ്റിലേക്കുള്ള ആക്സസ് ഈസിയാണോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൈറ്റ് ലൊക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അറിയാതെ നമ്മുടെ കീശ കാലിയാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി അതിലൂടെ നമുക്ക് ഒരു ഹിഡൻ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ആ റോ മെറ്റീരിയൽസിന് അവിടേക്ക് ഈസി ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, അതിനുള്ള വെഹിക്കിൾ ആക്സസ്, റോഡ് ആക്സസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. റോ മെറ്റീരിയൽ നമുക്ക് അവിടെ കിട്ടുമോ എന്നുള്ളത്, പിന്നെ നമ്മൾക്ക് ആ സംഭവം അവിടത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ചിലപ്പോൾ നമ്മൾ റോ മെറ്റീരിയലൊക്കെ വലിയ ഹെവി വണ്ടികളിലൊക്കെ വരാനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾക്ക് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലേക്ക്, ഫാക്ടറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു മാർക്കറ്റ് ആക്സസ് എന്തല്ല. മാർക്കറ്റ് ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് റോഡ്, റെയിൽ, അതേപോലെ തന്നെ പോർട്ട് നെറ്റ്വർക്കൊക്കെ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഈസി ആയിട്ട് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ എന്താവണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജനറൽ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട്, റെഗുലർ ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ ഇടപഴകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഏതാണോ, അപ്പോൾ അതിന് അനുസൃതമായിട്ട് അതിനുള്ളൊരു ആക്സസ് നമ്മൾ ഈ സെലക്ട് ചെയ്ത ലൊക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഒക്കെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മാർക്കറ്റ് ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് ഈസിലി അവിടേക്ക് എത്താൻ പറ്റും. കാരണം കസ്റ്റമേഴ്സ് വരുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിലി എത്താൻ പറ്റുന്ന സ്ഥലമാണോ അല്ലേ എന്നുള്ളതൊന്ന് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അത് ഫാക്ടറിയിലേക്ക് കസ്റ്റമേഴ്സിന് അലൗഡ് ഉണ്ട്, അല്ലെങ്കിൽ അവർ വന്ന് സാധനം കണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ ആണെങ്കിൽ മാത്രം ഈ ഒരു ഫാക്ടറി സെലക്ട് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേബർ അവൈലബിലിറ്റിയാണ്. ലേബർ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫാക്ടറി സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ നമുക്ക് ആവശ്യമായ ലേബേഴ്സ് ലോക്കലി അവൈലബിൾ ആണ്. അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ അതൊരു വലിയൊരു പ്ലസ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ ഉള്ളിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ചിലപ്പോൾ താമസിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു അഡീഷണൽ ചിലവാണ്. ഇനി അതല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് നമുക്ക് വണ്ടി, ട്രാൻസ്പോർട്ട് സർവീസ് അങ്ങനത്തെ ഇതിലൊക്കെ വന്നിട്ട് അവരിവിടത്തേക്ക് എത്തണം. അപ്പോൾ പല ആളുകളും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് എത്തിപ്പെടേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ മടിക്കും. അപ്പോൾ നമ്മുടെ കോമൺ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ബാക്കിയുള്ളതൊക്കെ അവൈലബിൾ ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് വരാൻ പറ്റുന്ന, എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് നല്ലൊരു ഐഡിയൽ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ലേബേഴ്സിന് കുറച്ചും കൂടെ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളിൽ അവർക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്നുള്ളതാണ്.
അതേപോലെ തന്നെ നമ്മുടെ ലേബേഴ്സിൻ്റെ സ്കിൽഡ് ലേബറും അൺസ്കിൽഡ് ലേബറൊക്കെ നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ ഇപ്പം അവൈലബിൾ ആണ്. കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുറേ ആളുകൾ തൊഴിലാളികളുണ്ട്, സ്കിൽഡായിട്ടും നോൺ സ്കിൽഡായിട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നമുക്ക് വലിയൊരു പ്ലസ് ആയിരിക്കും. അടുത്ത നമുക്ക് യൂട്ടിലിറ്റീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇലക്ട്രിസിറ്റിയും വാട്ടറും. അത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് മസ്റ്റായിട്ട് വേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് വാട്ടറും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷന്, നമ്മുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസിൻ്റെ ബേസിൽ നമുക്ക് എത്രത്തോളം ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി അതേപോലെ തന്നെ വെള്ളവും ആവശ്യമുണ്ടോ, വാട്ടറും ആവശ്യമുണ്ടോ, അത് ഈ പറഞ്ഞ ലൊക്കേഷനിൽ അവൈലബിൾ ആണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ബിസിനസ് മോഡലിൽ നമുക്ക് 3 phase പവർ സപ്ലൈ വേണം. നമുക്ക് നല്ലൊരു സ്ഥലമൊക്കെ കിട്ടി, ചീപ്പായിട്ട് സ്ഥലം കിട്ടി, ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ എന്തില്ല, 3 phase പവർ സപ്ലൈ അവിടെ ഈ ഒരു പ്ലോട്ടിലേക്ക് ഈ ഒരു ലാൻഡിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അത് പിന്നീട് അഡീഷണൽ എക്സ്പെൻസിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പുറത്ത് ഇതിലും നല്ല എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ കുറച്ചും കൂടെ വില കൂട്ടി എടുക്കുന്നതിനെക്കാട്ടും വില ചിലപ്പോൾ എന്താവും ഈ ഒരു സ്പേസിലേക്ക് നമ്മളൊരു 3 phase ലൈന് കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അയക്കാം. അപ്പം അതെന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെലക്ട് ചെയ്യേണ്ട ലൊക്കേഷൻ ഇത്രയും പാരാമീറ്റേഴ്സ്, ഇത്രയും ഘടകങ്ങൾ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണം. നമ്മളൊരു സ്ഥലത്തിൻ്റെ അതിൻ്റെ ഒരു കോസ്റ്റ്, പിന്നെ അതേപോലെ അതിലേക്ക് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മാർക്കറ്റ് ആക്സസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. റോ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലഭ്യമാണെന്ന് നോക്കണം ആ ഏരിയയിൽ. അതുപോലെ നമുക്ക് ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി അവിടെ ആ ഏരിയ തൊട്ടടുത്തുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആക്സസ്, അതായത് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി, വണ്ടികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ബാലൻസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻഡസ്ട്രിയൽ ലാൻഡും അതുപോലെ തന്നെ പ്രൈവറ്റ് ലാൻഡും. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ ലാൻഡുകൾ, ഇൻഡസ്ട്രിയൽ സിറ്റികളുണ്ട്, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സിറ്റി, അത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും പ്രൈവറ്റ് ലാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ലാൻഡുകളാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ വളരെയധികം ഈസി ആയിരിക്കും. കാരണം അത് ഇൻഡസ്ട്രിയൽ ലാൻഡാണ്, വ്യവസായ വകുപ്പ് അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള, ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം ഈസി ആയിരിക്കും എന്നുള്ളതാണ്. അയൽവാസികളുടെ പ്രശ്നം, പിന്നെ ബാക്കിയുള്ള ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം അത്രയും ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി കൊണ്ടാണ് അത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അടുത്തത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാണ്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ റെഡി എന്ന് പറയുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ സിറ്റികളിൽ അത്യാവശ്യം വേണ്ട റോഡ്, പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, എല്ലാ പ്ലോട്ടിലേക്കുള്ള വാട്ടർ സപ്ലൈ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും. സർക്കാർ ആയിക്കോട്ടെ, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ സിറ്റിയുടെ പ്രൊമോട്ടേഴ്സ് ആയിക്കോട്ടെ, അവരത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളില്ലാത്ത പ്രൈവറ്റ് ലാൻഡുകളിൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ, ബേസിക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സംഭവങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഇൻഡസ്ട്രിയൽ ലാൻഡിനെ, ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ ലാൻഡിൽ ആകുമ്പോൾ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ലാൻഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അപ്രൂവൽസ് കുറച്ചും കൂടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും, ടഫായിരിക്കും എന്നൊക്കെ ചില ഏരിയകൾക്ക് അനുസരിച്ചൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെറ്റപ്പ് റെഡി ആയിരിക്കില്ല. അതിനകത്ത് പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സമയവും പണമൊക്കെ ചിലപ്പോൾ എന്താവാൻ ചാൻസ് ഉണ്ട്, കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഇൻഡസ്ട്രിയൽ ലാൻഡാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടത്, സാമ്പത്തികം നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ പ്രൈവറ്റ് ലാൻഡിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ ലാൻഡിലേക്ക് മാറാം എന്നുള്ളൊരു സ്ട്രാറ്റജി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അവലംബിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത് നമുക്ക് 4ാമത്തെ സ്റ്റേജിൽ നമുക്ക് കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നടത്തിയേക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. പല ആളുകളും വളരെ ചീപ്പായിട്ടുള്ള സ്ഥലം കിട്ടുമ്പോൾ അതായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുക. അതിലേക്ക് ഒരു എന്തുണ്ടാവും, നമുക്ക് കൂടുതലൊരു അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാല്യൂ കുറഞ്ഞിട്ടുള്ള ചീപ്പായിട്ടുള്ള ഒരു ലാൻഡ് എടുത്തു എന്നുള്ളത് എടുക്കാം. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ആ ഒരു ലൊക്കേഷൻ ചീപ്പായിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താക്കി നോക്കണം, നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നോക്കണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കിപ്പോൾ ഒരു സിറ്റിയിൽ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ നമുക്കൊരു 2 ലക്ഷത്തിന് സെൻറ്റിന് ലാൻഡ് കിട്ടുന്നു. അതേസമയത്ത് നമുക്ക് കുറച്ച് ഉള്ളിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു 50,000 രൂപയ്ക്ക് നമുക്ക് ലാൻഡ് അവൈലബിൾ ആണ്. ഇവ രണ്ടും നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ 1 ഏക്കർ എടുക്കുന്ന പ്രൈസിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉള്ള ഏരിയയിൽ ഈ പറഞ്ഞ 50,000-ൻ്റെ സംഭവം നമുക്ക് ഇതിന് 4 ഇരട്ടി എടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസ, അല്ലെങ്കിൽ 4-1 പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്രയും സ്ഥലം നമുക്ക് ഉള്ളിൽ എടുക്കാം. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് റെഡിയാക്കി വരുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കാട്ടി കൂടുതൽ കോസ്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണെന്ന് കരുത്, നമ്മുടെ ഉള്ളിലുള്ള വില കുറഞ്ഞ സ്ഥലത്തേക്ക് പോകരുത് എന്നുള്ളതാണ് എന്താക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ലോ കോസ്റ്റ് മാത്രമല്ല ഫാക്ടർ, നമ്മളിത് എല്ലാം കൂടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ലേബർ അവൈലബിലിറ്റി, റോ മെറ്റീരിയൽ ടാക്സ്, ഇങ്ങനത്തെ എല്ലാതും കൂടെ നമ്മൾ അതിലൊന്ന് ഈ പറഞ്ഞ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് അനാലിസിലൊന്ന് ഇട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഹൈ കോസ്റ്റും അതേപോലെ തന്നെ ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിരിക്കും നമ്മൾ നല്ലൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എപ്പോഴും നമ്മളൊന്ന് ടാലി ചെയ്ത് നോക്കാം. ലാൻഡ് കോസ്റ്റ് മാത്രം നോക്കിയിട്ട് ഡിസിഷൻ എടുക്കരുത്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെയും കൂടെ കോസ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിലൊരു തീരുമാനം എടുക്കാനെന്ന് പറയുന്നത്. അതേപോലെ അടുത്തൊരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ DPRും അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ പ്ലാനിങ്ങിൻ്റെ ഒരു കണക്ഷൻ എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം DPR അതായത് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. നമ്മൾ എപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നല്ല ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്തായാലും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലൊക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ DPRൽ നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മൾ ഈ സെലക്ട് ചെയ്ത ലൊക്കേഷന് നമുക്ക് ഇത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്, അതുപോലെ ഇതിൻ്റെ കോസ്റ്റ് അനാലിസിസും സ്പേസ് പ്ലാനിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സംഭവങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഈ DPRൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ വിത്തൗട്ട് DPR ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ റോങ് ഡിസിഷൻ. കാരണം ഒരു DPRലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഈ ഒരു സ്പേസിൻ്റെ ഈ ഒരു ലൊക്കേഷൻ്റെ ഒരു അനാലിസിസ് നമ്മൾ എന്തായാലും ആ DPRൻ്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡബിൾ ചെക്ക് ആയി ആക്ച്വലി നമ്മൾ സെപ്പറേറ്റ് പുറത്ത് ചെയ്യുന്നതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ നമ്മൾ DPRൽ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയി അല്ലെങ്കിൽ ഒരു അഷ്യൂരിറ്റി ആയി നമ്മൾ ഈ എല്ലാ പാരാമീറ്റേഴ്സും എല്ലാ അനാലിസിസും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഒരു കോസ്റ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ്, കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണോ നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എന്തായി ഒരു പ്രൂഫും കൂടെ ഡോക്യുമെന്റും കൂടെ എന്താ DPRും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് പോകുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് DPR ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ സെലക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത് അപ്പം ഫീലിംഗ്, നമ്മുടെ ഇമോഷണൽ ഫീലിങ്ങിൻ്റെ ബേസിൽ മാത്രമാവരുത്, അത് ഈ പറഞ്ഞ നമ്പേഴ്സിൻ്റെ അക്കങ്ങളുടെ ബേസിലായിരിക്കണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഒരു അക്കത്തിലേക്ക് ആക്കിയിട്ട്, അതായത് ഫിഗേഴ്സിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അടുത്ത നമ്മൾ എങ്ങനെയാണ് ഒരു ലൊക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് നോക്കുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് സെലക്ഷനാണ്. നല്ലൊരു പ്രോഡക്റ്റ് സെലക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് അതിൻ്റെ ഒരു മാർക്കറ്റ് എവിടെയെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മൾ എവിടെയാണ് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റിയിലേക്ക് ആവശ്യമുള്ളൊരു പ്രോഡക്റ്റാണ്. എക്സാമ്പിൾ ഇപ്പം എറണാകുളം, കൊച്ചി സിറ്റിയിലാണ് നമ്മൾ കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന നമ്മൾ ലൊക്കേഷൻ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പാലക്കാടോ അല്ലെങ്കിൽ മലപ്പുറത്തോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരുപാട് കുറച്ച് റിമോട്ടായിട്ടുള്ള കുറച്ച് ദൂരമുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു എന്താവാൻ ചാൻസ് ഉണ്ട്, നമുക്കത് റിവേഴ്സ്ലി എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റും ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മുടെ ഫാക്ടറി ലൊക്കേഷനും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എവിടേക്കാണ് നമ്മൾ കൂടുതൽ മാർക്കറ്റ് നമ്മൾ പ്രോഡക്റ്റ് പോകാനുണ്ടാവുക. അപ്പോൾ അതിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഒപ്റ്റിമം ലെവലിലുള്ള ഒരു പ്രൈം ലൊക്കേഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ലൊക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഒരു ഒറ്റ ഇതിൽ ഡയറക്റ്റ് പോയി എടുക്കുന്നതിന് വരെ നമ്മൾ കുറച്ചധികം സ്ഥലങ്ങൾ നമ്മൾ നോക്കുക. അങ്ങോട്ട് അതിന് നമ്മൾ ഓരോ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫൈനൽ ഒരു സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞാലും ലാസ്റ്റിൽ ഒരു 3 വെച്ച് നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് കമ്പാരിസൺ ആണെങ്കിൽ നമുക്ക് അതിൽ നടത്തി നോക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഈ സൈറ്റ് ഒന്നും കൂടെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക നമ്മൾ. പിന്നെ അതിൻ്റെ ബേസിൽ നമ്മൾ ഈ പറഞ്ഞ ഡാറ്റാസ് നമ്മുടെ കയ്യിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഡാറ്റാസും നമ്പേഴ്സും നമുക്ക് അവൈലബിൾ ആയി. അപ്പോൾ ഫൈനൽ ഡിസിഷൻ നമ്മൾ അക്കത്തിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ 2-3 ഓപ്ഷൻസ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ഫാക്ടറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന് ഫസ്റ്റ് ആദ്യം നമ്മൾ ഒരുപാട് വർഷം പറഞ്ഞ പോലെ തന്നെ ചീപ്പ് ലാൻഡ് പോയി നോക്കുന്ന ഒറ്റ ഒരു പോളിസി മാത്രം അപ്ലൈ ചെയ്തിട്ട് ചിലപ്പം എടുക്കുന്ന ആളുകളുണ്ട്. അത് ചിലപ്പോൾ റോങ് ആവാൻ, ചിലപ്പം പ്ലസ് ആവാൻ, ചിലപ്പം കൂടുതലും റോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ റിസർച്ച്, ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് റിസർച്ച്, ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടത്താതൊക്കെ എടുത്ത് എന്ത് ചെയ്യാറുണ്ട്, സ്ഥലം എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ലാസ്റ്റിൽ നഷ്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ അത് റോങ് ഡിസിഷൻ ആയിപ്പോയി എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് പലരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലാത്ത രീതിയിൽ സ്ഥലം എടുക്കും. ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് ആ സ്ഥലം നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കൂടെ മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടെ കണ്ടിട്ടുള്ളതായിരിക്കണം നമ്മൾ ഈ ഒരു ലൊക്കേഷൻ സെലക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിലാവാം, പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് വേണം, അത് ഒരു എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് 20,000 സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റേണ്ടതാണ്, വലുതാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഘട്ടമായിട്ട് ഓരോ ഫേസ് വൈസ് ആയിട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ അതിനനുയോജ്യമായ സ്ഥലമാണോ എന്നുള്ളൊക്കെ സ്റ്റഡികൾ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതിന്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ലൊക്കേഷൻ എടുത്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ കോസ്റ്റ് പ്ലസ് ലോ എഫിഷ്യൻസി എന്നുള്ളൊരു മോഡിലേക്കായി പോകും നമ്മളത് ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്ത് നമ്മൾ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സ്ലോലി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ലാൻഡിലേക്ക്, സ്ലോലി എന്ന് പറയുമ്പോൾ എത്രത്തോളം നേരത്തെ പറ്റുമോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആണ്, ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള രീതിയിൽ ഈ ഒരു പോളിസി നമ്മൾ ചെയ്യും. അപ്പോൾ ലോങ് ടൈം തിങ്കിങ്ങിൽ ദീർഘവീക്ഷണത്തോട് കൂടെയുള്ള നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതിലൊരു ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമല്ല, ഡിസിഷൻ അല്ല. നമ്മൾ അതിന് പകരം ലൊക്കേഷൻ ഒരു സ്ട്രാറ്റജിക്കലി ഈ പറഞ്ഞ എല്ലാ അനാലിസിസും പഠനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മുടെ ഒരു ബിസിനസ്സിൽ, മാനുഫാക്ചറിംഗ് ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളിൽപ്പെട്ട ഒരു തീരുമാനമാണത്. അടുത്തത് നമ്മൾ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു മാനുഫാക്ചറിംഗ് ബിസിനസ് സെറ്റപ്പ് ചെയ്യണം. മാനുഫാക്ചറിംഗ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പ്രോഡക്റ്റ് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടെത്താം, എത്ര കണ്ടെത്തണം, അത് എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിച്ച് അതിനെ ആ പൈസയെ ഫണ്ടിനെ നമ്മൾ ഇരട്ടിപ്പിക്കണം, അതിനെ എക്സ്പാൻഡ് ചെയ്യണം ഓരോ സ്റ്റേജിലും. പിന്നെ അതുപോലെ ഇതിലേക്കുള്ള മെഷീനറീസ് എങ്ങനെ കണ്ടെത്തണം, റോ മെറ്റീരിയൽസ് മാപ്പ് ചെയ്യുന്നതും അതിന്റെ സപ്ലൈസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും, ഇതിന്റെ കോസ്റ്റിംഗ് കാൽക്കുലേഷൻ, പ്രോഫിറ്റ് കാൽക്കുലേഷൻ, അതേപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ഇമ്പോർട്ടൻറ്റ്, ഇത് എങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ സെയിൽസ്, നമ്മൾ എവിടെയൊക്കെ പ്ലേസ്മെന്റ് ചെയ്യണം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റും ബ്രാൻഡും എന്നത്, ഇത്തരം കാര്യങ്ങളോട് നല്ല രീതിയിൽ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വ്യക്തമായ കോൺഫിഡൻസോട് കൂടി നല്ലൊരു റോഡ് മാപ്പോട് കൂടെയുള്ള ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബിസ്റ്റാർട്ട് മാപ്പിന്റെ 7 ഡേയ്സിൽ ബിൽഡ് യുവർ മാനുഫാക്ചറിംഗ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. 4999 രൂപയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ റിയൽ വാല്യൂ. പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വെറും 499 രൂപ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിനുള്ളത്. കംപ്ലീറ്റ് ആയിട്ടും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി റെക്കോർഡഡ് വീഡിയോ സെഷൻസും ആക്ടിവിറ്റീസും അതേപോലെ തന്നെ സൂം വഴിയുള്ള ലൈവ് 1-to-1 മീറ്റിംഗ്സുകളിലൊക്കെയാണ് ഈ ഒരു കോഴ്സ് പോകുന്നത്. പുതുതായിട്ട് മാനുഫാക്ചറിംഗ് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്കും അതേപോലെ തന്നെ നിലവിൽ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കും സിസ്റ്റമാറ്റിക് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റി അവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇങ്ങനെയുള്ള ആശയങ്ങൾ ടൈമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയാസായ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാനും മറക്കണ്ട. സോ വീണ്ടും ഇതുപോലെ വീഡിയോ മറ്റ് കാണാം. നന്ദി, നമസ്കാരം.